ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് പോവാണ്. ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് കഥയാണ്. അപ്പൊ ഇന്നലെ പറഞ്ഞ കഥ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലെങ്കിൽ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ. അതിന്റെ ബാലൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അലീന പുനലൂരിലെ വീട്ടിലെത്തി. അതായത് ഔതക്കുട്ടിച്ചായന്റെ വീട്ടിലെത്തി. അവിടെ കുറെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടല്ലോ. സ്റ്റാൻലിയുടെ അനിയനും ചേട്ടനും അതുപോലെ ഭാര്യമാരും അതുപോലെ നമ്മുടെ ഷെറിനെ കാണാനാണ് പ്രത്യേകിച്ച് നമ്മുടെ അലീന നിർബന്ധിച്ച് ശാഠ്യം പിടിച്ച് ഔതക്കുട്ടിച്ചായനെ കൊണ്ട് സമ്മതിപ്പിച്ച് പുനലൂർക്ക് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ അലീന ഉള്ളത്. എല്ലാവരെയും കാണണം, അതിലുപരി ഷെറിൻ ചേച്ചിനെ കാണണം, മസ്റ്റ് ആയിട്ട് ഷെറിൻ ചേച്ചിനെ കാണണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ഉണ്ടാകുന്നത് അത്രയ്ക്ക് നല്ല അനുഭവങ്ങളൊന്നും അല്ല. അവിടെയുള്ളവർ നമ്മുടെ അലീനെ അന്യെ പോലെ കണ്ടാലും കുഴപ്പമില്ല, അതിലും ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു രീതിയിലാണ് നമ്മുടെ അലീനയോട് പെരുമാറുന്നത്. ഇപ്പൊ അവിടെ ഉള്ളത് റോബർട്ട്, നമ്മുടെ ഔതക്കുട്ടിയുടെ ഇളയ മോനാണ് റോബർട്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റോബർട്ടിന്റെ ഭാര്യ ആൻസി. അപ്പൊ ഈ ആൻസിയൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാവമൊക്കെയാണ്, അത്രയ്ക്ക് പ്രശ്നക്കാരൊന്നും അല്ല. എങ്കിൽ പോലും അവിഹിതത്തിൽ ഉണ്ടായ തന്റെ ഭർത്താവിന്റെ ചേട്ടൻ കൊണ്ടുവന്ന മകളെ എങ്ങനെയാ സ്വീകരിക്കുക എല്ലാവരും? ആ ഒരു കണ്ണിലാണല്ലോ എല്ലാവരും കാണത്തുള്ളൂ. പണ്ടൊരു അവിഹിതത്തിൽ ഉണ്ടായ ഒരു മകളെ പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അത് തന്നെയാണ് നമ്മുടെ ആലീസും കാണിക്കുന്ന ആ ഒരു ഇത്. ഏതായാലും ഔതക്കുട്ടിച്ചായൻ നമ്മുടെ അലീനെ അകത്തേക്ക് ക്ഷണിച്ചു. അവിടെ സ്റ്റാൻലി ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻലി ഇവരുടെ കൂടെ വന്നായിരുന്നു. സ്റ്റാൻലി അവിടെ കയറിയിരുന്ന് സ്റ്റാൻലി തന്റെ ഓർമ്മകളൊക്കെ ആയി വിറക്കാണ്. താൻ കളിച്ച് വളർന്ന വീടാണല്ലോ, അപ്പം ആ ഒരു ഓർമ്മകളൊക്കെ ആയി വിറക്കി നമ്മുടെ അലീന കയറി വന്നപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ ഹോളിലെ ഭിത്തി നിറയെ കുറേ ഫോട്ടോസ്, ചെറുപ്പത്തിലെ പഴയ ഫോട്ടോസുകൾ, കമന്ന് കിടക്കുന്ന ഫോട്ടോസുകൾ, അങ്ങനെ പലരുടെയും പഴയ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് അറിയാലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്. അപ്പൊ അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് വല്ലാത്ത കൗതുകമായി. അങ്ങനെ അതിൽ ഒരു ഫോട്ടോ നമ്മുടെ അലീന ഫോക്കസ് ചെയ്തു കേട്ടോ. ആ ഫോട്ടോ അലീനയുടെ ഒരു ചെറിയ ഷേപ്പ്, ഒരു ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത്, ഒരു കസവ് ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അതിൽ അലീനയുടെ ഷേപ്പ് ഉണ്ടെന്ന് അലീനയ്ക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ നല്ലൊരു സാമ്യം ഉണ്ടല്ലോ. അതാണ് ചിന്നമ്മ എന്ന് അലീനയ്ക്ക് പിടികിട്ടി. ഓഹോ, അപ്പൊ തന്നെ ഇത്രയും നാളിങ്ങനെ കയ്യിൽ കൊണ്ട് നടന്ന് സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നത് ഔതക്കുട്ടിച്ചായൻ എന്തിനാണ് എന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാരണം അതേ ഷേപ്പ് തന്നെയാണ് അലീനയ്ക്ക്. തന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മരിച്ചുപോയ തന്റെ ഭാര്യയുടെ അതേ മുഖഛായുള്ള നമ്മുടെ അലീനയോട് സ്നേഹം കാട്ടിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം എന്ന് നമ്മുടെ അലീനയ്ക്ക് തന്നെ തോന്നിപ്പോയി. അങ്ങനെ അലീന ഇങ്ങനെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഔതക്കുട്ടി ചോദിച്ചു, അല്ല നീ ആ ഫോട്ടോയിൽ തന്നെ എന്തിനാടി നോക്കുന്നത്? അത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ആ, എനിക്ക് മനസ്സിലായി, ഇതല്ലേ എന്റെ വല്യമ്മച്ചി. ഓ, അപ്പൊ നിനക്ക് പിടികിട്ടിയില്ലേ? ദേ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫോട്ടോ നോക്കുന്ന പോലെ തന്നെയുണ്ട് വല്യപ്പച്ച എന്ന് പറയുമ്പോ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? കേട്ടോ സ്റ്റാൻലി, ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? അപ്പോഴത്തേക്കും സ്റ്റാൻലി വലിയ ഗൗരവത്തോടു കൂടി ഒരു മൂളിച്ചല്ലാതെ അങ്ങോട്ട് നോക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഓരോരോ ഫോട്ടോസുകളും കാണിച്ചു കൊടുക്കുകയാണ്. ദേ ഈ മലന്ന് കിടക്കുന്ന ആരാന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോ, ദേ കടുവയാണ് ആ മലന്ന് കിടക്കുന്നത്, നിന്റെ അപ്പൻ കടുവ. ഓഹോ, അപ്പൊ ഇത് പപ്പയാണോ? ആ, നിന്റെ പപ്പയുടെ ചെറുപ്പത്തിലേ ഉള്ള ഫോട്ടോയാണെന്നേ. ഇത് കമന്ന് കിടക്കുന്ന ഫോട്ടോ, ഇത് ഇരുന്നപ്പോ എടുത്ത ഫോട്ടോ, ഇത് നിന്നപ്പോ എടുത്ത ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു ഓരോ ഫോട്ടോ. എന്നിട്ട് ഒരു വലിയ കസേര കയറി കാലുമേ കാലൊക്കെ വെച്ചൊരു നിക്കറൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടേ. എന്നിട്ട് പറയതേ, ഇതാണ് നിന്റെ പപ്പ കസേരയിൽ കയറി കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന ഫോട്ടോ. ഇതിൽ കാണുമ്പോഴറിയത്തില്ല, അന്നേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇവനൊരു കടുവയാകുമായിരുന്നെന്ന്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളെ, ഇതുപോലെ ഷഡ്ഡിയൊക്കെ ഇട്ട് ഷഡ്ഡി ഇടാതെ ഇതിലെ ഓടി നടന്ന് ചാടി കളിച്ചവനെ ഇപ്പൊ ഞാൻ അവനെ കയറി വലിയ ഇതാക്കണം, അവനെ വലിയ കടുവയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് പറ്റുന്ന കേസാണോ? അവന്റെ കുറെ ചിട്ടവട്ടങ്ങളും ഒക്കെ കേട്ട് അവൻ വലിയ ആളായിട്ട് എന്നോട് ഭയങ്കര സ്വരത്തോടു കൂടി സംസാരിക്കുമ്പം അത് കേട്ടോണ്ട് നിൽക്കുവോ ഞാന്? ഇതുപോലെയായിരുന്നു ഇവനെ ഞാൻ വളർത്തിയത്. ഇനിയിപ്പൊ അവൻ ഏത് പുലിയാണ് കടുവയാണെന്ന് പറഞ്ഞാലും എന്റെ അടുത്ത് ഇവനെ ഇപ്പോഴും ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന പോലെ തന്നെയാ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്.
ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും അലീന ഒന്ന് ചിരിച്ചു. നമ്മുടെ സ്റ്റാൻലിനെ നോക്കി. സ്റ്റാൻലി അലീനെ ഒന്ന് നോക്കിട്ടോ. നോക്കിയപ്പോഴത്തേക്കും ആ ചിരി അങ്ങ് സ്റ്റാൻലി അല്ല അലീനെ അങ്ങ് മാറ്റി. ഏതായാലും ഈ ഒരു സമയത്ത് അല്ല ഇവിടെ ആരുമില്ലേ, ഇവിടെ ഉള്ളവരെ ആരെയും കണ്ടില്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഒരു ജീപ്പ് ഇരപ്പിച്ചു വരുന്ന സൗണ്ട്. അത് വേറെ ആരുമല്ല, അത് റൂബിച്ചനാ വരുന്നത് എന്നിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. അതെ, ഇപ്പൊ ഇവളെ വിളിച്ചു വരുത്തിയതായിരിക്കും റൂബിച്ചനെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനകത്തേക്ക് കയറി വന്നു. നമ്മുടെ ലാലിച്ചന്റെ, അതായത് സ്റ്റാൻലിയുടെ ഒരു സഹോദരനാണേ. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നതും സ്റ്റാൻലി ഇരിക്കുന്ന കണ്ടു. സ്റ്റാൻലിനെ കാണുമ്പോഴെല്ലാവരും ഒന്ന് പേടിച്ചൊന്ന് വിറയ്ക്കും, ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് കുലുങ്ങും. അങ്ങനെ സ്റ്റാൻലിനെ കണ്ടതും എന്ത് ചെയ്തു, നമ്മുടെ റൂബിച്ചൻ ലാലിച്ചൻ ഇച്ചായൻ എന്നങ്ങാണ്ട വിളിക്കുന്നത്. ലാലിച്ചൻ ഇച്ചായൻ വന്നോ, എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല ഞാൻ മാത്രമല്ല, വേറെ രണ്ടുപേരും ഉണ്ട്, അപ്പച്ചനും ഉണ്ട്, എന്റെ മോളും ഉണ്ട്. മോളെയും കൂട്ടിയോ? അല്ല ഏത് മോളാ വന്നിരിക്കുന്നത്, നമ്മുടെ ഡാനിയാണോ എന്ന് ചോദിച്ചപ്പോ ഡാനി ഒന്നും അല്ല, ഇത് എന്റെ മൂത്ത മോളാ. മൂത്ത മോളോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. അതെ അലീന, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അലീനയെ വിളിച്ചിട്ട്, ഇതാണ് എന്റെ മൂത്ത മോള്. ഈ മോളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതിന് എന്നെ പരിചയപ്പെടുത്താനായിട്ട്. പിന്നെ പോകുന്നവരെയും വരുന്നവരെയൊക്കെ മോളായിട്ട് അകത്ത് കയറ്റി ഇരുത്താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനല്ലേ ലാലിച്ചായ സമയം കാണത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ, പോകുന്നവരും വരുന്നവരും ഒക്കെ ഈ വീട്ടിൽ മകളാന്നും പറഞ്ഞ് വന്നിട്ടുണ്ടോ? അല്ല നിന്നെ തേടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ അപ്പച്ചനെ തേടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവള് എനിക്ക് ഉണ്ടായ ഒരു മകളാണ്. കൂടുതൽ കഥ അറിയണമെങ്കിലേ നീ നിന്റെ അപ്പച്ചനോട് തന്നെ ചോദിച്ചാൽ മതി. ഇനിയിപ്പോ ആരും തിരക്കി വരത്തൊന്നുമില്ല എന്റെ മോളാണെന്നും പറഞ്ഞുകൊണ്ട്. കഥയൊക്കെ അപ്പച്ചനോട് ചോദിച്ച് നീ മനസ്സിലാക്കിക്കോ. പിന്നെ ഞാൻ എന്റെ മോളെ ഇവിടെ നിർത്തിയിട്ടാ പോകുന്നത്. അവളെ കുത്തി കുത്തി വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് അവളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങ് വരും എന്റെ മോളെ കൊണ്ടുപോകാന്. അപ്പൊ ഞാൻ ചോദിക്കും, പിന്നെ ഒറ്റ ഓർമ്മ ഇവിടെ ജീവനോടെ ഇരിക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ റൂബിച്ച പറയാണ്, എന്ത് ചെയ്യാനാ, തൊണ്ടയിൽ പഴുത്താ പിന്നെ ഇറക്കുക അല്ലാതെ വേറൊരു ഇതില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്താണ് നീ പുറമുറുക്കുന്നത് എന്ന് ലാലിച്ചൻ ചോദിച്ചപ്പോഴത്തേക്കും, ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീനയുടെ മുഖത്ത് പോലും നോക്കാൻ നമ്മുടെ റൂബിച്ചൻ തയ്യാറായിട്ടില്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയതുമില്ല. അലീന ആരാണെന്നോ എന്താണെന്നോ, അല്ലെങ്കിൽ പിന്നെ ഒരു അതിഥി കയറി വന്നു ആ ഒരു രീതിയിലൊന്നും നോക്കി പുഞ്ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ശത്രുക്കളോട് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ റൂബിച്ചൻ അങ്ങനെ പെരുമാറുന്നത്. ഈ സമയത്ത് സ്റ്റാൻലി പറഞ്ഞു, അതെ അപ്പച്ച, ഞാൻ എറണാകുളം വരെ പോവാ, തിരുവനന്തപുരം വരെ പോകണം, എനിക്ക് കുറച്ച് പേരെ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവളെ ഇന്നിവിടെ നിർത്ത്. എന്നിട്ട് അപ്പച്ചനൊരു കാര്യം ചെയ്യും, ഞാൻ നാളെ വരും, അല്ലെ മറ്റന്നാള് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും, അലീന ഞാൻ പോവാണെന്ന് പറഞ്ഞു. എന്നാ ശരി പപ്പാന്ന് നമ്മുടെ അലീനയും പറഞ്ഞു. ഏതായാലും നമ്മുടെ അലീന സ്റ്റാൻലിനെ കൊണ്ടുവിടാൻ വേണ്ടി ആ മിറ്റത്തേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ റൂബിച്ചനുണ്ടല്ലോ, അതായത് നമ്മുടെ സ്റ്റാൻലിയുടെ സഹോദരനുണ്ടല്ലോ, അലീനയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അലീന തിരിഞ്ഞു കയറിയപ്പോഴത്തേക്കുമാണ് ദേ നമ്മുടെ റൂബിച്ചൻ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അലീന കണ്ടത്. പെട്ടെന്ന് ആ പുള്ളിക്കാരൻ മുഖം അങ്ങ് മാറ്റിയിട്ടോ, ഒന്ന് ചമ്മിയ പോലെ. മുഖത്ത് നോക്കില്ല എന്ന വാശിയിൽ നോക്കാതിരുന്നിട്ട് പിന്നെ തിരിഞ്ഞു നിന്നപ്പോൾ നോക്കി എന്ന ആ ഒരു ഇതാവുമല്ലോ. അലീനയും ഒന്നും മൈൻഡ് ചെയ്തില്ല. ഏതായാലും അലീന ഔതുക്കുട്ടിച്ചായന്റെ അടുത്ത് ചെന്നു. അലീന ഔതുക്കുട്ടിച്ചായന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ വല്യപ്പച്ച, ഇവിടെ വേറെ ആരും ഇല്ലേ ഇനി? അല്ല എനിക്ക് ഷെറിൻ ചേച്ചിനെ ഒന്ന് കാണണം. ഷെറിൻ ചേച്ചിനെയൊക്കെ നിന്നെ കാണിച്ചു തരാം. അതിനു മുമ്പ് നിനക്ക് എന്റെ മരുമകളെ കാണണ്ടേ? ഇപ്പൊ ഞാൻ വിളിക്കാം. അതെ ആൻസി ഇങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ആദ്യത്തെ വിളിക്ക് ആൻസി വന്നില്ല. രണ്ടാമത് കുറച്ചും കൂടെ ശബ്ദമുയർത്തി ആൻസി എന്നും പറഞ്ഞ് നമ്മുടെ വല്യപ്പച്ചൻ ഔതക്കുട്ടി വിളിച്ചു. അപ്പൊ ആൻസി വന്നു. ആൻസി വന്ന ഉടനെ, അതെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നിനക്ക് കാണത്തില്ലേ ആൻസി? ഇപ്പൊ ഇവിടെ സ്റ്റാൻലി ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻലി വന്നിട്ട് നീ എന്തേ അവന് ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കൊടുത്തില്ല? ഇങ്ങനെയാണോ കൊട്ടാരമറ്റത്തിലെ മരുമക്കള് പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻസി പറഞ്ഞു, അത് പിന്നെ എന്നോട് റോബർട്ടച്ചാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്റ്റാൻലി ചായൻ, അതായത് കൊളുത്തുപുഴയിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം പോലും കൊടുക്കണ്ടായെന്ന്. അതുകൊണ്ടാ ഞാൻ കൊടുക്കാത്തത്. ഓഹോ, അപ്പൊ നീ ഭയങ്കര അനുസരണയുള്ളവളാണല്ലോ. അതെ, നീ എന്തേ സ്റ്റാൻലിയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് ഇത് നേരെ മുഖത്ത് നോക്കി പറയാത്തത്? പറയാൻ പറ്റത്തില്ല, നിനക്ക് റൂബിച്ചനും ആർക്കും ഒന്നും ഇതൊന്നും പറയാൻ പറ്റത്തില്ലടി. അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടങ്ങോട്ട് കൂട്ടി ഇടിക്കുവല്ലേ,
പിന്നെ എങ്ങനെ പറയാനാ? ആ അത് പിന്നെ കണ്ട ബന്ധത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല. പഴയ ബന്ധങ്ങളിലെ ചിലപ്പം ബന്ധങ്ങളിൽ മക്കളൊക്കെ ഉണ്ടായെന്നൊക്കെ ഇരിക്കുമായിരിക്കും, അതൊക്കെ ശരിയാണ്. അങ്ങനെ ഉള്ളതിനെയെല്ലാം കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ അതൊന്നും നടപടിയുള്ള കേസല്ല. മാത്രമല്ല ഈ പറയുന്ന ലാലിച്ചൻ ചായ പണ്ട് എന്തോ വല്ല റൗഡിയാണെന്നോ അതാണെന്നോ ഇതാണെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പല ബന്ധങ്ങളും ഉണ്ടായി കാണും. ഇനിയിപ്പോ എത്ര മക്കള് കയറി വരാനുണ്ടെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാന്ന് പറയുമ്പോഴത്തേക്കും ദേ കൊട്ടാരം മറ്റത്തിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മുഖത്തടിച്ച് ശീലമില്ല, പ്രത്യേകിച്ച് മരുമക്കളുടെ മുഖത്തടിച്ചേ എനിക്ക് ശീലമില്ല. അതുകൊണ്ടാ നിന്റെ കർണക്കുറ്റിക്കിടി ഞാനൊന്ന് തരാത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റ ഒരെണ്ണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന കയറി ഔതക്കുട്ടിയുടെ കൈ പിടിച്ചിട്ട് വേണ്ട അപ്പച്ച ഇങ്ങ് വന്നേന്നും പറഞ്ഞ് വലിച്ചോണ്ട് അലീനയും കൊണ്ടങ്ങ് പോയി. ഏതായാലും ഈ സമയത്തെ ആൻസി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ പെണ്ണിനെ കാണാൻ ഇച്ചിരി ചന്തമൊക്കെ ഉണ്ട്, നല്ലൊരു പെങ്കൊച്ചൊക്കെയാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. നമുക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പം അങ്ങനെ ഇച്ചിരി ചന്തമൊക്കെ ഉള്ള പെങ്കൊച്ചാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ഔതക്കുട്ടി ചായനോട് അലീന പറഞ്ഞു, ദേ വഴക്കിനും വയ്യാവേലിക്കും ഒന്നിനും പോണ്ട വല്യപ്പച്ച, എന്തിനാ വെറുതെ വഴക്കിനും വയ്യാവേലിക്കും പോകുന്നത്? നമ്മൾ ഈ കാണിക്കുന്നത് ന്യായമാണെന്ന് വല്യപ്പച്ചന് തോന്നുന്നുണ്ടോ? വല്യപ്പച്ചന്റെ മകന് പണ്ട് ഏതോ ഒരു ബന്ധത്തിലുണ്ടായ ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കയറ്റുക, അവളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുക, അതൊന്നും ഒരു സ്ഥലത്ത് നടക്കണ കാര്യമല്ലെന്നേ. എല്ലായിടത്തും ഇങ്ങനെ തന്നെ പ്രശ്നമൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നേ, അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല വല്യപ്പച്ച എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വല്യപ്പച്ചൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, നീ ഇങ്ങ് വാ, ഞാനേ നിനക്ക് ഷെറിനെ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുറിയുടെ ഫ്രണ്ടിലേക്ക് പോയി. ആ മുറി പൂട്ടിയിട്ടേക്കായിരുന്നു. ആ മുറിയുടെ താക്കോല്, ആൻസി ആ താക്കോല് കൊണ്ടുവന്നേ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ആ മുറിയുടെ താക്കോല് നമ്മുടെ ആൻസിയുടെ കയ്യിൽ നിന്നും ഔതക്കുട്ടിച്ചായ മേടിച്ചു. എന്നിട്ട് വാതിൽ മെല്ലെ തുറന്നു. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു ഇരുട്ടുമുറിയെ പോലെയൊക്കെ തോന്നും, ഫീൽ ചെയ്യും. പക്ഷെ അത്യാവശ്യം പ്രകാശമൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ഒരു നിഴല് ആ ഭിത്തിയിൽ നമ്മുടെ അലീനെ കണ്ടു. ഒരു മൂലയ്ക്ക് കയ്യിൽ എന്തോ ഒരു ബൈബിളും പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷെറിൻ ചേച്ചി തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അലീനെ കേറി വാ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോഴത്തേക്കും തന്നെ ഷെറിനെ എന്നും പറഞ്ഞ് നമ്മുടെ ഔതക്കുട്ടി വിളിച്ചതും, അപ്പച്ചൻ വന്നോ? എവിടെയായിരുന്നു ഇത്രയും ദിവസം? അപ്പച്ചൻ ഈ മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളെന്ന് എന്തെങ്കിലും വിചാരം ഉണ്ടോ? അപ്പച്ചൻ ഇല്ലെങ്കിൽ ഈ മോളുടെ കാര്യം പോക്കാണെന്ന് അപ്പച്ചൻ അറിയത്തില്ലേ അപ്പച്ച എന്ന് ചോദിച്ചു. മുഖത്ത് യാതൊരു ഭാവവും വ്യത്യാസവും ഇല്ല. ഭ്രാന്തുള്ള ഒരു പെണ്ണിനെ പോലെ ഒന്നും തോന്നില്ല കേട്ടോ. ആദ്യം നമ്മുടെ ഷെറിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാല്, അതും പ്രത്യേകിച്ച് ഔതക്കുട്ടിയുടെ ഒക്കെ എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ പറയുന്നത് നമ്മുടെ ഷെറിൻ പെരുമാറുന്നത്. അങ്ങനെ പെട്ടെന്ന് ഷെറിൻ അവിടെ നിന്ന് എണീറ്റു. ഞാൻ പറഞ്ഞല്ലോ ഔതക്കുട്ടിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അലീനയെ കണ്ടത്. അലീനയെ കണ്ടതും ഇത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായി, അലീനയല്ലേ? അലീന ഇപ്പൊ ഈ വീട്ടിലെ ചർച്ചാ വിഷയം. വല്യപ്പച്ച നല്ല സോറി അപ്പച്ച, അലീനയെ കുറിച്ച് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ, അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ ഇത് അലീനയാണെന്ന്? എനിക്ക് മനസ്സിലായി. അത് പിന്നെ അപ്പച്ച, ഇനി അപ്പച്ചൻ എന്നെ ഇട്ടിട്ട് പോവല്ലോ കേട്ടോ. ഇവരെന്നോട് ചുമ്മാ എപ്പോഴും വഴക്കാണെന്നേ, ഞാൻ മടുത്തു. അതെന്തിനാ അവര് നിന്നോട് വഴക്കുണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. അതെ, എനിക്ക് ഒരു വഴക്കും ആരോടും ഇല്ല. എന്റെ കുഞ്ഞിനെ എന്റെ കൈ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒരു വഴക്കും ഇല്ലല്ലോ. ഇപ്പൊ എന്തേ ലാലിച്ചനച്ചായന്റെ മോളെ കിട്ടിയില്ലോ? ഇവള് കിട്ടിയില്ലേ? എനിക്ക് ഇത്രയും വലുതായിട്ടൊന്നും എന്റെ മോളെ വേണ്ട കേട്ടോ. എനിക്ക് എന്റെ മോളെ കുഞ്ഞായിട്ട് വേണം. എന്നിട്ട് കൈയെടുത്ത് എണ്ണുകയാണ് നമ്മുടെ ഷെറിന്. 1 2 3 4 5 6. ഇപ്പൊ അവക്ക് 6 വയസ്സായി കാണുമോ? അതോ 4 വയസ്സോ? അതോ 3 വയസ്സോ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ, അതെ ഒരു കാര്യം ചെയ്യ ഷെറിനെ, നീ ഇവിടെ അടച്ചു മൂടി കിടക്കുന്നത് എന്തിനാ? ഇടയ്ക്ക് നിനക്ക് വെളിയിലേക്കൊക്കെ ഇറങ്ങി നടക്കത്തില്ലേ? അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഏതായാലും ഞാൻ അങ്ങ് ഇറങ്ങാന്ന് പറഞ്ഞ അലീനയും കൂട്ടി വെളിയിലേക്ക് അങ്ങ് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ആൻസിയുടെ അടുത്ത് എന്നിട്ട് ആൻസിയോട് ചോദിച്ചു, എന്താടി നീ അവർക്ക് ഗുളിക കൊടുത്തില്ലേ എന്ന്. അപ്പൊ ആൻസി പറഞ്ഞു, അത് പിന്നെ ഗുളിക കഴിക്കണ്ടേ, ഇന്നലെ ഒരു വിധത്തിൽ ഗുളിക കഴിപ്പിക്കാൻ നോക്കിയതാ റൂബിച്ചിനൊരു അടിയും കൊടുത്തു. അല്ല അതിപ്പം മോള് പരാതിയായിട്ട് പറഞ്ഞു കാണൂല്ലോ? അവൾ എന്നോട് അടി കൊടുത്ത കാര്യമൊന്നും പരാതിയായിട്ട് പറഞ്ഞില്ല. കറക്റ്റ് സമയത്ത് എങ്ങനെയും ഗുളിക കൊടുക്കാൻ നോക്ക്. ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അവളിവിടെ നോക്കാതെ ഒന്നും അല്ലല്ലോ ഇട്ടേക്കുന്നത്. എല്ലാം എന്റെ തലയിലാണല്ലോ, ഞാനെല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻസി അങ്ങ് പോകുകയും ചെയ്തു കേട്ടോ. ഏതായാലും അലീനയ്ക്ക് അവിടുത്തെ ഏറെക്കുറെയൊക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. തന്നോട് ആർക്കും വലിയ ഒരു കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അതുപോലെ ഔതക്കുട്ടിച്ചായനും മനസ്സിലായി. ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അലീന, നമുക്ക് നാളെ തന്നെ ഇവിടുന്ന്
പോയേക്കാം മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റിയോ വല്യപ്പച്ചാന്ന് ചോദിച്ചപ്പം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എനിക്കത് തോന്നി. ഏതായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പടയും ഉണ്ടാകുന്നേക്കാളും ഭേദം നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതല്ലേ നല്ലത്. അപ്പം ഷെറിനാന്റിയോ ഷെറിൻ ചേച്ചിയോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഷെറിൻ ചേച്ചിനെ നമുക്കങ്ങ് കൊളുത്തുപുഴുക്കി കൊണ്ടുപോയാലോ എന്ന്. ഇത് കേട്ടതും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ഒന്നും മടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആകാംക്ഷ കാണും വൈജയുടെയും നമ്മുടെ ബാലചന്ദ്രന്റെയും ബബിതയുടെയും രോഹിത്തിന്റെയും കൃഷ്ണമോളുടെയൊക്കെയും കഥ കേൾക്കാനായിട്ട്. ഏതായാലും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അവരുടെ കഥയും ഞാൻ പറയാട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.